വ്ളോഗാട്ടോ. കാരണം ഡെയിലി വ്ളോഗ് ഇൻ മൈ ഹോസ്റ്റലാണ്. അതായത് കോളേജിലൊന്നും കാണിക്കണില്ല, കോളേജിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെയിലി വ്ളോഗ് അറ്റ് മൈ ഹോസ്റ്റലാണ്. രാവിലത്തെ അല്ലറച്ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. കാരണം കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കാണ്. ബിക്കോസ് കോളേജിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ 9 മണിയാകുമ്പോഴേക്ക് ഇറങ്ങണം. ഇപ്പം തന്നെ 8:50 ഇതുവരെ ചായ അടിച്ചിട്ടില്ല, മുടി കിട്ടിയിട്ടില്ലാണ്. അല്ലറച്ചില്ലറ അൽക്കുലത്തെ പരിപാടികൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ കോളേജിൽ പോയി വന്നതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളായിരിക്കും മിക്കതും കാണിക്കുന്നുണ്ടാവുക. സോ വീഡിയോ കിടക്കാം. കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ ഗൈസ്. അങ്ങനെ ഞാൻ റെഡിയായി, അതിലൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹനീനയ്ക്ക് നോമ്പായതുകൊണ്ട് ഹനീന നേരത്തെ റെഡിയായി കിടക്കുന്നുണ്ട്. പിന്നെ ജ്യോതികയുണ്ട്. അർച്ചന കുളിക്കുകയാണ്. വിളിച്ചിടുന്ന അർച്ചന കുളിക്കുകയാണ്. എന്താണ് അതിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പറയാനുള്ളത്? വളരെ നല്ല ബന്ധം. എന്താണ് ജ്യോതിക ഡേ ഇൻ മൈ ലൈഫിൽ പറയാനുള്ളത്? ഫസ്റ്റാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. ഞാൻ കോളേജിലത്തെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതും ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. കോളേജിലത്തെ ഒരു 6 മണിക്കൂറും ഇല്ല, 4-5 മണിക്കൂർ എന്താ കാട്ടണത്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കണം എന്ന് നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ട്. കറണ്ട് പോയി ഗൈസ്. അപ്പോൾ നല്ല ലക്ഷണമാണ്. എടുത്ത് തീരുമോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത്രയ്ക്കുള്ളൂ. ബൈ ഗൈസ്. ഇന്ന് സേമിയ ഉപ്പുമാവാണ്. അതുല്യാണ് ഇന്ന് മേക്കർ ഓഫ് സേമിയ ഉപ്പുമാവ്. അതുല്യ എങ്ങനെ ഉണ്ട് കഴിച്ചിട്ട്? ഇത്തിരി ഉപ്പ് കൂടിയിട്ടുണ്ട്. എന്താണ് അർച്ചനേനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അർച്ചന നേരത്തെ എവിടെ നിന്ന് കുളിക്കായിരുന്നു തോന്നുന്നത്. അപ്പോൾ അർച്ചന ഉപ്പുമാവ് എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ അത് കഴിക്കാൻ പോകട്ടെ. ഹനീന നോമ്പാണ്, അതുകൊണ്ട് മോള് കഴിക്കണില്ല. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവരും ഇന്നെല്ലാവരും കെട്ടിയൊരുങ്ങി നിൽക്കുന്നുണ്ട്. എന്താണ് എല്ലാവരുടെയും ഉദ്ദേശം? നമ്മൾ കോളേജിലേക്കല്ലേ പോകുന്നത്? അർച്ചന ഒന്ന് നോക്കൂ. അതെ, ഞാൻ ഓക്കെ. അതുല്യാണെന്ന് ഹൈലൈറ്റ്. ഓക്കെ, വ്ളോഗ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ കോളേജ് വ്ളോഗ് അല്ലത്. ഹനീനപ്പിയാണ് ഇതില് ഒറ്റപ്പെട്ടു പോയത്. എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഹനീനപ്പി നോമ്പായതുകൊണ്ട് ഹനീന നാച്ചുറൽ ബ്യൂട്ടിയാണ് ഗൈസ്. എനിക്ക് ഇന്നെ കാണാണ്ടോന്ന് എനിക്കറിയില്ല. എന്നെ കാണാണ്ട. ഹനീനപ്പി നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഓക്ക് എന്താണ് നോമ്പായതുകൊണ്ട് ദീനി ആയിട്ടുള്ള കുട്ടി, ദീനി എന്നല്ലേ പറയാ? ഓക്കെ, ദീനി ആയിട്ടുള്ള കുട്ടി ആയതുകൊണ്ട് ഹനീനപ്പി ലിപ്സ്റ്റിക് തുടങ്ങിയ സാധന സാമഗ്രികളൊന്നും മുഖത്ത് വരട്ടില്ല. ഹനീനപ്പി രാവിലെ നേരത്തെ എണീറ്റ് 4 മണിക്ക് എണീറ്റ് നോമ്പിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി. ഓള് നോമ്പൊക്കെ എടുത്ത് ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ നല്ല ഭക്തിയുള്ള ഈമാനുള്ള കുട്ടിയാണ്. അതെ ഗൈസ്, എല്ലാം ആണോ അല്ലേ? ഇത് ഇന്നലെ ഹനീനപ്പി എഴുതി തന്ന എസ്സേ ആണ്. ഞാൻ അതേപോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ അതെ. പക്ഷെ വിചാരിച്ചത്ര എത്തിയില്ലെങ്കിലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ ഗൈസ്, ഞങ്ങളിതാ കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നല്ല വെയിലാണ്. ആകാശം നല്ല ഭംഗിയില്ലേ? അയ്യോ, ഹനീനപ്പി വെയിലത്തേക്ക് ഞങ്ങൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിലെത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കണ്ടാവില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കാം. സംതിങ് ഇൻട്രസ്റ്റിംഗ് കാണുകയാണെങ്കിൽ എടുക്കാം. ഇന്ന് അതിലേക്ക് ധാരാളം വരാറില്ല. അപ്പൊ വരുമ്പോ നമ്മളെന്നും ഞാൻ ചത്ത പോലെ വരണം. ഒരു ദിവസം ഒരുങ്ങി ഞാൻ ശരിക്കും കോളേജിലത്തെ വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ഈ ഒരു നിമിഷം എനിക്ക് ഇതിൽ പകർത്താൻ തോന്നി. എൻ്റെ മുതൽ പോലെ ഈ കാണുന്ന 2 ആയിരിക്കുന്ന 2 ഗൈസ്. അശ്നേനെ കാറ് കൊണ്ടിരുന്നു. അടുത്ത സ്കൂട്ടി ഉണ്ടാവും ഗൈസ്. ഒരു കുട്ടി ഒരു ടാഗ് തിരിച്ചിട്ട് അതിന് ഇവരെല്ലാരും കളിയാക്കി ചിരിക്കുകയാണ് ഗൈസ്. അതെ, അങ്ങനെ ഇപ്പം അതാ സമയം 2:30 കഴിഞ്ഞു കേട്ടോ. 2:30 ക്ലാസ് കിട്ടും.
സാധാരണ ലാസ്റ്റ് പീരീഡ് ഉണ്ടാവാറില്ല, പ്രൊജക്റ്റിൻ്റെ പീരീഡാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു, ഹോസ്റ്റലിലെത്തി. ഇന്ന് ഹനീനയ്ക്ക് നോമ്പായതുകൊണ്ട് ഇന്ന് ഹനീനയുടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹനീനയ്ക്ക് ഞങ്ങളെ വിശ്വാസമില്ല ഗൈസ്. ഹനീന ഉണ്ടാക്കുന്നത് പഴംപൊരിയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. പഴംപൊരി ഞങ്ങൾ തൊടാൻ സമ്മതിക്കുന്നില്ല. അതില്ല കവുങ്ങൽ. മഴ പെയ്തു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മഴ പെയ്ത് അറിഞ്ഞിട്ട് പോയില്ല. മഴ പെയ്തു പറയാനുള്ള മഴ മണ്ണൊന്ന് ഹാ പറയുമ്പോഴേക്കും മണ്ണ് നനഞ്ഞിട്ട് പോയില്ല. ഇത് അനുപ്രിയാണ് നല്ലത്. ഞാൻ പറയാൻ ശ്രമിച്ചു തോറ്റു. മണ്ണൊന്ന് ഹാവുവിന്റെ ഹാ പറഞ്ഞപ്പോഴേക്കും മഴ നിന്നു എന്നാണ് പറയുന്നത്. അർച്ചന ഇവിടെ വ്ളോഗ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ കൂടെ പട്ടിക്കോലത്ത് നിൽക്കുക. ഞങ്ങള് ഇങ്ങനെ മുടിയൊക്കെ പണിതിട്ട് ഓളൊന്നും മുടി കൊണ്ടതാ. കറണ്ട് വൈകിട്ട് 5:30 പോയത്, ഇതുവരെ വന്നിട്ടില്ല. എവിടെ ബാക്കി വരുന്ന കാണാനില്ല. കറണ്ട് പോയതിനെ പറ്റി എന്താണ് പറയാ? എന്താണ് പോയ കറണ്ട് ചൂടെടുത്തിട്ട് വയ്യ. അയ്യോ ചൂടെടുത്തിട്ട് ബൈ. കോളേജിന്റെ അടുത്തുള്ള ഹോസ്റ്റലിൽ കറണ്ട് ഉണ്ടാവും. ഇത് ഉത്തരവാദിത്തപ്പെട്ട നോക്കി പറ. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ നേരം കറണ്ട് ഇട്ടുണ്ടാവും. എത്ര നേരമായി മനുഷ്യന്മാർക്ക് ഒന്ന് തിന്നു കുടിക്കുന്നു വേണം. അതെ അതെ, ഞാൻ യോജിക്കുന്നു. അവിടെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ കറണ്ട് വേണട്ടെ. അതെ അതെ, ഹോസ്റ്റലിൽ അല്ല, കോളേജിന്റെ അടുത്ത ഹോസ്റ്റലുകളിൽ ഉണ്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ളത് ഹോസ്റ്റൽ കറണ്ട് ഉണ്ടാക്കും. ഓക്കെ ബൈ. യാ ബൈ.